ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അലാറം അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എഴുന്നേക്കാം. രാവിലെ എഴുന്നേറ്റ് വരുന്നതേ കാണുന്നത് ന്യൂസാ. എൻ്റെ അമ്മയുടെ എപ്പോഴുള്ള സ്വഭാവം ഇത്. അടുത്തത് പള്ളിയിലെ പാട്ട്. അത് കഴിഞ്ഞ് ഈ പാട്ടും കേട്ടുകൊണ്ട് പല്ല് തേക്കാം. എൻ്റെ ഒരു സ്വഭാവമാണ്, എഴുന്നേറ്റ് ഉടനെ എനിക്ക് പല്ല് തേക്കണം. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കാം. ഇനിയെങ്കിലും എന്നെ ഒന്ന് കളഞ്ഞൂടെ? പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുറ്റമടിക്കണം, ഇല്ലാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഇനി അവന്റെ നെഞ്ചത്തുനിന്ന് മാറി എന്റെ നെഞ്ചത്തോട് കയറിക്കോ. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇവ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇവന്റെ ഓരോ പീലി പൊഴിയുമ്പോഴും ഞാൻ ഇതിനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇതെന്റെ വീട്ടിലെ കോഴിക്കോട്. സാധാരണ ഞാനാണ് തുറന്നു വിടാറ്. ഇന്നെന്തോ അമ്മ തുറന്നു വിട്ടു. ഞങ്ങൾക്ക് വീടിന്റെ ഫ്രണ്ടിൽ മുറ്റമില്ല, കാരണം വീടിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഇടിച്ചു കളഞ്ഞിരിക്കാം. അപ്പൊ ബാക്കിൽ നിന്ന് അടിച്ചു തുടങ്ങണ്ടേ എന്ന് വരുമ്പോൾ ഉള്ള കാഴ്ച ചെയ്ത് ആ കോഴികളുടെ ചോറെല്ലാം ഈ കാക്കകൾ തട്ടിയെടുക്കും. അങ്ങനെ ഇന്ന് ഇതിനെ ഓടിച്ചു വിടാൻ നോക്കിയപ്പോൾ ഒരെണ്ണം കിടന്ന് കുന്നി കളിക്കാം. എന്ത് ചെയ്ത് അത് പറന്നു പോകുന്നില്ല. അതിനെ പറപ്പിച്ച് വിട്ട് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ഈ വീഡിയോ എടുത്തുകൊണ്ട് മുറ്റം അടിച്ചോണ്ട് നിന്നാൽ എൻ്റെ അമ്മ വരുമ്പം എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ മുറ്റം അടിച്ചിട്ട് വരാം. മുറ്റം അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. സോറി ചേച്ചി, ഞാൻ ലാൻഡ് ചെയ്യേണ്ട സ്റ്റോപ്പ് അപ്പുറത്തായിരുന്നു. പക്ഷെ ലാൻഡ് ആയിപ്പോയത് ഇവിടെ എത്തി. എന്നൊന്ന് എടുത്തു കളയൂ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണല്ലോ ദൈവമേ. ഇത് ഞാൻ കരിയിലങ്ങ് എടുത്ത് കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. മഴ കയറി ഉടനെ മഴയും പെയ്യും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ. ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഇതിലപ്പുറമായിരിക്കും നടക്കുന്നത്. പിന്നെ പോകുമ്പോൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ബൈ.